വക്രദൃഷ്ടി തുടരുന്നു. ആദിവാസി ഊരിൽ ഉദ്ഘാടനത്തിന് പോയ കൃഷിമന്ത്രി സുനിൽകുമാർ പിടിച്ചത് പുലിവാല്. സംഭവം എന്തെന്ന് പിന്നീട് പറയാം. മന്ത്രി മൂപ്പനായി ഊരിലെത്തിയ സുനിൽകുമാറിന് ഗോത്ര തനിമയോടെയുള്ള സ്വീകരണം സംഘാടകർ ഒരുക്കിയിരുന്നു. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനെ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ നരകിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനെ, കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനെ. ആദിവാസി ഊരിലെ സർക്കാർ പരിപാടിക്ക് ആദിവാസി നൃത്തവും തപ്പും തുടിയും ഉള്ളതെല്ലാം നല്ലതുതന്നെ. ആദിവാസികളായ തങ്ങൾക്ക് സർക്കാരുകൾ എന്തു തന്നു എന്ന ചോദ്യവുമായി ആദിവാസി മൂപ്പൻ തന്നെ വേദിയിൽ കയറി. പ്രശ്നക്കാരനായ മൂപ്പനെ ഉദ്ഘാടകനാക്കി സുനിൽകുമാറും സംഘാടകരും തലയൂരി. ആദിവാസി കോളനി എന്താ ചെയ്തത്? മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. ആദിവാസി ആരുക കൊടുത്ത വീട് ഇവിടുത്തെ വെറുതെ പട്ടിയായി. പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നല്ലേ തന്നാനേ തന്നല്ലേ, താനേ തന്നല്ലേ തന്നാനേ തന്നല്ലേ. ചെട്ടിക്കുളങ്ങര ഭരണിക്ക് പോകാം, പൂരപ്പറമ്പാകി തട്ടിമുട്ടി നടക്കാം. താനേ തന്നല്ലേ തന്നാനേ തന്നല്ലേ. നോട്ട് നിരോധന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളെക്കാൾ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ വാക്കുകളിലാണ് NDA സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് വിശ്വാസം. പിണറായിയുടെ സമരത്തിന് കൊടിപിടിച്ചു കേരളത്തിലെ ശിവസേനക്കാർ. എറണാകുളത്ത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ പോയ സീരിയൽ സിനിമാ താരം രാജീവ് രംഗന് നോട്ടിന് പകരം കപ്പലണ്ടി മിഠായിയും പച്ചവെള്ളവും കൊടുത്ത ബാങ്കിനു മുന്നിൽ സമരവുമായി ശിവസേനക്കാർ എത്തി. സ്വയം തൊഴിൽ ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോൺ പ്രകാരം വായ്പയെടുത്ത രാജീവ് രംഗൻ ATMൽ പണമെടുക്കാൻ വന്നപ്പോഴാണ് പണമെല്ലാം ബാങ്ക് പിടിച്ചത് അറിഞ്ഞത്. പ്രധാനമന്ത്രി ജനങ്ങളോട് ചോദിച്ച 50 ദിവസത്തിനുള്ളിൽ വായ്പാ കുടിശ്ശിക പിടിക്കരുത് എന്നാണ് രാജീവ് രംഗൻ്റെയും ശിവസേനയുടെയും ആവശ്യം. പാവപ്പെട്ടവന്റെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്ത് അവസാനിപ്പിക്കുക. ജയ് ജയ് ശിവസേന. ഉപരോധം 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 ഉപരോധം. ഈ ഗവൺമെൻറ് പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് ചുരുങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. 500 രൂപ നോട്ട് വെച്ചിട്ട് 5 ദിവസം ചിലവഴിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ക്രൈസിസ് മാറി നല്ലൊരു ഭാരതം ഉണ്ടാവട്ടെ എന്നുള്ള ഒരൊറ്റ ധാരണയ്ക്ക് വേണ്ടി, നല്ലൊരു ഭാരതത്തിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല. എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് പട്ടിണി കിടന്ന് മരിക്കേണ്ടിയൊന്നും വരില്ല. പക്ഷെ നാളെ ഒരു സമയത്ത്, നാളെ ഒരു പാവപ്പെട്ടവൻ ചിലപ്പം എന്നെക്കാളും ബുദ്ധിമുട്ടും. ഞാനൊരു പാർട്ടിയെ ന്യായീകരിക്കുന്ന ആളല്ല. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാർട്ടിക്ക് പൊടിവെക്കുന്ന ആളല്ല. ഇന്ന് ഞാൻ നാളെ നീ, അതോർക്കുക. ഇന്ന് ഞാൻ നാളെ നീ. എനിക്കിത് വേണമെങ്കിൽ ഒളിച്ചു വെക്കാം. സുഹൃത്തുക്കളുടെ കടം മേടിച്ച് എനിക്കിത് കാര്യങ്ങൾ പോവാം, എൻ്റെ ലോണിൽ അടയേണ്ട പൈസ തന്നെ. പക്ഷേ അതൊരു ന്യായമല്ല അവർ ചെയ്തത്. രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് നന്മയ്ക്കും വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ 2 ദിവസമായിട്ട് ഞാൻ അനുഭവിച്ച് ഒരു ATM ഉപയോഗിക്കുന്ന ആൾക്ക് ATMൽ പൈസയില്ല, എൻ്റെ കയ്യിൽ കാശില്ല, മൊത്തം പൈസ ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അവർ ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കുക. DGMനോട് സംസാരിച്ച അദ്ദേഹം എന്നെ ശാന്തപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് പണക്കാർ സുഹൃത്തുക്കളുണ്ടല്ലോ, ഒരു നേരം കൈ നീട്ടിയാൽ അവർ ആഹാരം വാങ്ങിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ കൈ നീട്ടത്തില്ല സാർ,
അദ്ദേഹം സാക്ഷിയാണ്. നിങ്ങൾ ചോദിക്കൂ, ആവശ്യം വന്നാൽ നമുക്ക് കൈ നീട്ടണ്ടേ? നമ്മൾ കടമാടിക്കില്ലേ? തെണ്ടി ജീവിക്കാൻ അദ്ദേഹം പറയാ എന്നോട്. എന്നിട്ട് എനിക്കൊരു കപ്പലിന് വിട്ട കൂൾ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പലിൻ്റെ ഉണ്ടായിരുന്നത്. കൂൾ ഡൗൺ ഞാൻ എന്നിട്ട് ഇന്നലെ 2 കുപ്പി വെള്ളം വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. നോട്ട് നിരോധനത്തെക്കുറിച്ച് ക്യൂമരം പാട്ട്. ഞാനും എൻ്റെ ആളും ആ 40 പേരും ക്യൂവിൽ നിൽപ്പുണ്ട് നോട്ടൊന്നു മാറ്റാൻ.